കിട്ടാൻ പോകുന്നത് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറയുന്നില്ല, ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. ഒരു സ്ത്രീ വിളിച്ചല്ലോ, ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അവരെ ആക്രമിക്കുകയാണ്, മുറിയിൽ അടച്ചു പൂട്ടിയിട്ടിട്ട് അവരുടെ നിന്ന് ഈ ഫോൺ തട്ടിപ്പറിക്കുകയാണ്. അവർ ഹെൽപ്പ് എന്ന് പറഞ്ഞ കൂടെ അവർ തന്നെ പറഞ്ഞല്ലോ, വിളിക്കുകയാണ്. അവർ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഇത് പറയില്ലായിരുന്നു. അവർ വന്ന് പറഞ്ഞല്ലോ, അവർ ഉറക്കെ വിളിക്കുകയാണ്, അവർ പോലീസിനെ വിളിക്കുകയാണ്, പോലീസ് വരികയാണ്. വന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചോ? ഇവരാരെങ്കിലും ആക്രമിച്ചെന്ന് അന്വേഷിച്ചോ? അവർക്ക് പരിക്ക് പറ്റിയെന്ന് അന്വേഷിച്ചോ? അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയോ? പിന്നെ എന്തു പോലീസാണ്? ഏത് സ്ത്രീക്കാണ് കേരളത്തിൽ ഈ പോലീസിനെ കൊണ്ട് സുരക്ഷ കിട്ടുന്നത്? അല്ലെ മന്ത്രിയുടെ ഭാര്യയാണെന്ന് ഓർത്തിട്ട് പേടിച്ചോടിയതാണ്? എന്താണ് നടന്നത്? മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയണം. എല്ലാത്തിലും ഒരു മൗനമുണ്ട്, മിണ്ടാതിരിക്കൽ. ആ മിണ്ടാതിരിക്കൽ ഇക്കാര്യത്തിൽ പറ്റില്ല. കാരണം സ്ത്രീ സുരക്ഷയുടെ ഏറ്റവും ടോപ്പിലുള്ള ആളാണെന്ന് പറഞ്ഞാൽ ആ കപ്പും പിടിച്ച ഇരിപ്പുള്ള ഫോട്ടോയാണ് എൻ്റെ മനസ്സിൽ ഈ സംഭവം വന്നപ്പോൾ വന്നത്. അപ്പം അതെല്ലാം വെറും PR ആയിരുന്നു, പ്രചരണമായിരുന്നു. യഥാർത്ഥത്തിലുള്ള മനസ്സിലിരിപ്പ് ഇതൊന്നും അല്ലായിരുന്നു. അല്ലെങ്കിൽ ഇത് വ്യക്തിപരം, അതെങ്ങനെ രാഷ്ട്രീയമാണ്? അതേ UDF ആണെന്നും പറഞ്ഞു. UDFന്റെ പണി ഇതാണ്? അല്ല, UDFന്റെ പണി ഇതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പരാതി പറഞ്ഞത് എങ്ങനെ UDF പറയണതാണെന്ന്? അപ്പൊ UDFന്റെ പണി UDF ചെയ്താണെന്ന്. ഞങ്ങൾ പോയിട്ട് ഗൂഢാലോചന നടത്തി ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് സംസാരിച്ച് ഇദ്ദേഹത്തിനെതിരായിട്ട് പ്രചരണം നടത്താൻ ഞങ്ങൾ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ മന്ത്രിമാരുടെ ഭാര്യമാരോട് പോയി പറയലാണ് ഞങ്ങളുടെ ജോലി, ഭർത്താവിനെതിരെ പറയാൻ വേണ്ടിയിട്ട്. ഇത് അവരുടെ കുടുംബത്തിലുണ്ടായ ഒരു സംഭവമാണ്. ഞങ്ങളിൽ ഒരാൾ ഇപ്പോഴാണ് പ്രതികരിക്കുന്നത് അല്ലേ? അവർ വന്ന് പ്രതികരിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് ഓൺലൈനിലും മറ്റതിലും മറിച്ചിലൊക്കെ വന്നു. എന്നോട് പലരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറയില്ല, കാര്യം അറിയാതെ ചോദിച്ചാൽ എല്ലാവരോടും ഞാൻ പറഞ്ഞു, വിവരം അറിയാതെ ഒന്നും പറയരുത്. കാരണം വല്ല എന്താ പ്രശ്നം നമുക്കറിയില്ല. പക്ഷെ അവർ തന്നെ വന്ന് മാധ്യമങ്ങളോട് അവർക്കുണ്ടായ സംഭവങ്ങൾ വിവരിക്കുകയും അവിടെ പോലീസിൻ്റെ അനാസ്ഥയെ ചൂണ്ടിക്കാണിക്കുകയും, പോലീസ് അവരെ ഒരു സ്ത്രീയെ ഉപേക്ഷിച്ച് പോവാണ്. നിങ്ങളൊന്നത് ആലോചിച്ച് നോക്കിയേ. അവരുടെ പരാതിയുടെ പുറത്ത് വരുന്ന പോലീസ് അവരെ കാണാതെ അവരെ മുറിയിൽ അടച്ചു പൂട്ടിയിട്ട് അവരെ ബലപ്രയോഗം നടത്തുകയാണ്. ഈ പേഴ്സണൽ സ്റ്റാഫ് മന്ത്രിയുടെ. എന്തൊരു പരിതാപകരമായ അവസ്ഥയാണ് ഇത്! എന്തൊരു മന്ത്രിസഭയാണ്! നാണമായിട്ട് വയ്യ നമുക്ക് നാണോ? ഇവർക്ക് നാണമില്ലെങ്കിൽ ഞങ്ങൾക്ക് നാണമായിട്ട് വയ്യ ഇത് കണ്ടിട്ട്. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നു. അല്ലെന്ന് ഇതിപ്പോ ഞാൻ ചോദിച്ചു, ഞങ്ങള് ഇത്തരം വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം എടുത്തൊരു നിലപാടുണ്ട് ഉണ്ടല്ലോ. ആ നിലപാടുണ്ട്. ഞാൻ മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ. മുഖ്യമന്ത്രി എന്തു പറയുന്നു, എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ്. ഒന്ന് പറയട്ടെ. ഇപ്പൊ മനസ്സിലായല്ലോ കോൺഗ്രസ് ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം. ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു എന്ന് അവരും തന്നെ പറയുകയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് നീതി കിട്ടട്ടെ. അങ്ങനെയാണെങ്കിൽ അതല്ലേ ഏറ്റവും പ്രധാനം. ഞാൻ പറയുന്നത് ഞാൻ അവരുടെ നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയും കേരളത്തിലെ പോലീസും അവരുടെ ആ പരാതിയുടെ പുറത്ത് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? 2 തരത്തിലുള്ള നടപടി എടുക്കാമല്ലോ. ഞാൻ പറയണ്ടല്ലോ. ഇദ്ദേഹം എന്ത് പറയുന്നു എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്നിട്ട് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതിനകത്ത്. പ്രത്യേകിച്ച് പറയേണ്ട വിശേഷമൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. ഇപ്പോൾ VD സതീശനാണ് മാധ്യമങ്ങളെ കണ്ടത്. മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ഉന്നയിച്ച ആരോപണത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ എന്താണ് മുഖ്യമന്ത്രി തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. തങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ എടുത്ത മാതൃകാപരമായിട്ടുള്ള തീരുമാനം പോലത്തെ തീരുമാനം എടുക്കുമോ എന്നതടക്കമുള്ള ചോദ്യമാണ് ഇപ്പോൾ VD സതീശൻ ഇക്കാര്യത്തിൽ ചോദിച്ചിരിക്കുന്നത്.